എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക, ജിതിൻ കെ ജോസ്, വിനായകൻ ടീം ഒന്നിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒഫീഷ്യൽ ടീസറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒറ്റ ഷോട്ടിൽ തീർത്ത മമ്മൂക്കയുടെ വ്യത്യസ്തമായ മാറ്റങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകുകയാണ് ടീസർ. ഇന്ന് ഓണം റിലീസായി എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയോടൊപ്പമാണ് തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ കളങ്കാവൽ സിനിമയുടെ ടീസർ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും പുറത്തുവന്ന കളങ്കാവൽ സിനിമയുടെ ടീസറിന് ഗംഭീര റെസ്പോൺസ് ആണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണം റിലീസായി എത്തുന്ന 2 സിനിമകളും ഇന്നാണല്ലോ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ലാലേട്ടൻ ചിത്രമായ ഹൃദയപൂർവ്വത്തിന്റെയും കല്യാണി പ്രിയദർശൻ, നസ്രി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ലോക ചാപ്റ്റർ 1 തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കേരളത്തിലടക്കം തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറും 30 മിനിറ്റിനും മുകളിലുമാണ് 2 സിനിമകളുടെ ദൈർഘ്യം വന്നിരിക്കുന്നത്. അപ്പോൾ 2 ചിത്രത്തിന്റെയും ആദ്യ അഭിപ്രായങ്ങൾ ഏകദേശം ഉച്ചയോടെ 12:30 പുറത്തുവരാൻ പോകുന്നത്. ഈ 2 ചിത്രങ്ങളുടെയും റിലീസിന് മുമ്പുള്ള പ്രിവ്യൂ റിപ്പോർട്ട്സ് പ്രകാരം 2 സിനിമകൾക്കും മികച്ച അഭിപ്രായമാണ് നേടിക്കാൻ സാധിച്ചിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയിൽ ഇന്നുവരെ ഇറങ്ങിയിരിക്കുന്ന സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും പ്രേക്ഷകർക്ക് ഉണ്ടാക്കുക എന്നാണ് പ്രിവ്യൂ റിപ്പോർട്ട്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാലേട്ടൻ സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വം എന്ന സിനിമക്കും മികച്ച റെസ്പോൺസ് തന്നെയാണ് പ്രിവ്യൂ റിപ്പോർട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. 20 സിനിമകൾ ലാലേട്ടനും സത്യനന്ദിക്കാടും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ നർമ്മത്തിൽ ചാലിച്ച ഒരു സിനിമയായിരിക്കും ഹൃദയപൂർവ്വം എന്നായിരിക്കുമെന്നാണ് പ്രിവ്യൂ റിപ്പോർട്ട്സുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഓണം റിലീസായി എത്തിയ 2 സിനിമകളുടെയും യഥാർത്ഥമായ റിപ്പോർട്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടി പുറത്തുവരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഏതെങ്കിലും സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ 2 സിനിമകളിൽ ഏതെങ്കിലും സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സിനിമയുടെ അഭിപ്രായവും ഏത് സിനിമയാണ് കാണാൻ പോയതെന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.